റൊസാരി മിത്താലെ 2025 ഒക്ടോബർ 24. കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് ലിത്വാനിയയിലെ സിലുവയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കത്തോലിക്ക സഭ നേരിട്ട ഒരു സഭൈക്യ പ്രശ്നമാണെന്ന് പറയാം. ലിത്വാനിയയിലെ സിലുവ 1457 വളരെ ശക്തമായ കത്തോലിക്ക വിശ്വാസമുള്ളതും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ വില്ലേജായിരുന്നു. എന്നാൽ 1560 പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് സിലുവയിലെ കത്തോലിക്ക വിശ്വാസത്തെ ഇല്ലാതാക്കാൻ കാൽവിനിസ്റ്റുകൾ കത്തോലിക്ക ദേവാലയങ്ങൾ നശിപ്പിക്കാനും കൊള്ളയടിക്കാനും തുടങ്ങി. ഈ സമയത്ത് തീക്ഷ്ണമതിയായ ഒരു വൈദികൻ സഭയുടെ ഔദ്യോഗിക രേഖകളും തിരുവസ്തുക്കളും ആ സ്ഥലം മുഴുവൻ സഭയുടേതാണെന്ന് കാണിക്കുന്ന ഔദ്യോഗിക രേഖയും കൂടെ ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി ഒരു പാറയുടെ കീഴിൽ വെച്ചു. ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശം മുഴുവൻ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കീഴിലാവുകയും കത്തോലിക്ക വിശ്വാസം പിച്ചി ചീന്തപ്പെടുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ലിത്വാനിയയിലെ സിലുവ എന്ന സ്ഥലത്ത് 1606 ഇടയ കുട്ടികൾക്ക് തങ്ങളുടെ ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ സ്വർഗീയ സൗന്ദര്യമുള്ള ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കൈകളിലെടുത്ത് വലിയ ഒരു പാറക്കല്ലിന് മുകളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ദർശനമുണ്ടായി. കുട്ടികൾ ഈ കാര്യം വില്ലേജ് നിവാസികളോട് പറഞ്ഞപ്പോൾ അവരും ദുഃഖത്തോടെ വിഷാദയായി തൻ്റെ കുഞ്ഞിനെ കൈകളിലെടുത്ത് നിശബ്ദയായി നിൽക്കുന്ന അമ്മയെ തന്നെയാണ് കണ്ടത്. എന്നാൽ ഈ അമ്മ നിന്നിരുന്ന പാറയുടെ ചരിത്രം അറിയാവുന്ന വൃദ്ധനായ ഒരാൾ ഈ പാറയുടെ സ്ഥലം തിരിച്ചറിഞ്ഞു. ഇയാളുടെ നിർദ്ദേശപ്രകാരം അമ്മ പ്രത്യക്ഷപ്പെട്ട പാറ മാറ്റിയപ്പോൾ പണ്ട് വൈദികൻ കുഴിച്ചിട്ട പെട്ടി ലഭിച്ചു. ഇവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ കരഞ്ഞതായി അവർ ദർശിച്ചത്. പരിശുദ്ധ മറിയം ഈ ദർശനത്തിൽ തൻ്റെ പുത്രന്റെ ബലിയർപ്പണം നടന്ന സ്ഥലം ദൈവനിന്ദാ കേന്ദ്രമാക്കിയത് മാറ്റി വീണ്ടും ഒരു ദൈവാലയം ആക്കണം എന്നും ആവശ്യപ്പെട്ടു. ഈശോ ആരാധിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്യണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. 1775 ഓഗസ്റ്റ് 17 6-ാം പിയൂസ് പാപ്പ ഈ അത്ഭുതം സ്ഥിരീകരിച്ചു. ഇന്നും വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ ദുഃഖിതയാണെന്ന് മനസ്സിലാക്കി കുർബാനയ്ക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ ദിവ്യബലിക്ക് എതിരായി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമനുഷ്ഠിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.